ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, വിശുദ്ധ ഡൊമിനിക്കിൻ്റെ ജീവിതത്തിലുണ്ടായ ഒരു സംഭവമാണ് ഞാനിന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. ഇത് കേൾക്കുമ്പോൾ സ്വർഗം പരിശുദ്ധ അമ്മയ്ക്ക്, അമ്മയുടെ മാധ്യസ്ഥ്യത്തിന് എത്രമാത്രം വില കൽപ്പിക്കുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാകും. ദൈവമാതാവായ പരിശുദ്ധ മറിയം പിശാചുക്കളെ കൊണ്ട് ഈ ലോകത്തോട് വിളിച്ചു പറയിപ്പിച്ച ആ സ്വർഗീയ സത്യം എന്താണെന്ന് നമ്മൾ കേട്ടിരിക്കണം. ഒരിക്കൽ വിശുദ്ധ ഡൊമിനിക് പരിശുദ്ധ ജപമാലയെക്കുറിച്ച് പ്രഘോഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഏകദേശം 12,000-ലധികം ആളുകൾ പ്രസംഗം കേൾക്കുവാനായിട്ട് എത്തിയിരുന്നു. അപ്പോൾ വിശുദ്ധ ഡൊമിനിക്കിൻ്റെ അടുത്ത് 15,000 പിശാചുക്കൾ ആവേശിച്ചിരുന്ന ഒരു മനുഷ്യനെ കൊണ്ടുവന്നു. വിശുദ്ധ ഡൊമിനിക് തൻ്റെ ജപമാല ആ മനുഷ്യൻ്റെ കഴുത്തിലിട്ടു. പിന്നെ ചോദിച്ചു, സ്വർഗത്തിലെ സകല വിശുദ്ധരിലും വെച്ച് അവർ ഏറ്റവും ഭയപ്പെടുന്നത് ആരെയാണെന്നും അതുകൊണ്ടും മനുഷ്യരാൽ ഏറ്റവും അധികം സ്നേഹിക്കപ്പെടുകയും ആദരിക്കപ്പെടുകയും ചെയ്യപ്പെടേണ്ടത് ആരാണെന്നും തന്നോട് പറയുവാൻ അദ്ദേഹം പിശാചുക്കളോട് ആവശ്യപ്പെട്ടു. ഇതു കേട്ട അവ ഭീതിപ്പെടുത്തും വിധം അല്ലമുറയിടാൻ തുടങ്ങി. അവിടെ നിന്നിരുന്ന ഭൂരിഭാഗം ആളുകളും ഭയത്താൽ തളർന്ന് നിലം പതിച്ചു. മറുപടി ഒഴിവാക്കുവാൻ പിശാചുക്കൾ തന്ത്രം മുഴുവൻ ഉപയോഗിച്ചു. വളരെ സഹതാപം തോന്നിപ്പിക്കുന്ന വിധത്തിൽ വിതുമ്പി കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ഡൊമിനിക്, ഡൊമിനിക്, ഞങ്ങളോട് കരുണ തോന്നണമേ, ഞങ്ങളുടെ മേൽ അലിവ് തോന്നണമേ. ഈ ദുഷ്ടാരൂപികളുടെ ആർദ്രഭാവത്താൽ അല്പം പോലും ദയ കാട്ടാതെ വിശുദ്ധ ഡൊമിനിക് പറഞ്ഞു, തൻ്റെ ചോദ്യത്തിന് മറുപടി നൽകാതെ അവയെ വിട്ടയക്കുകയില്ലെന്ന് ഉറപ്പിച്ചു പറഞ്ഞു. ആ സമയം പിശാചുക്കൾ ഇങ്ങനെ പറഞ്ഞു കരഞ്ഞു, ഡൊമിനിക്, ഞങ്ങൾ അങ്ങയോട് കേണപേക്ഷിക്കുന്നു, ഈ മനുഷ്യൻ്റെ ശരീരത്തിൽ നിന്നും ഞങ്ങൾ വിട്ടുപോകട്ടെ. ദയവ് ചെയ്ത് ഇനിയും കൂടുതൽ ഞങ്ങളെ പീഡിപ്പിക്കരുത്. ഞങ്ങളുടെ മേൽ അലിവുണ്ടാകണമേ. ശ്രവിക്കപ്പെടുവാൻ അർഹരല്ലാത്ത ദുർഭകരായ ദുഷ്ടാരൂപികളെ, നിങ്ങൾക്ക് ദുരിതമെന്ന് പറഞ്ഞിട്ട് വിശുദ്ധ ഡൊമിനിക് മുട്ടുകുത്തി പരിശുദ്ധ മാതാവിനോട് ഇപ്രകാരം പ്രാർത്ഥിച്ചു, ഓ ജ്ഞാനത്തിൻ്റെ ഏറ്റവും യോഗ്യയായ മാതാവേ, പൂർണ്ണമായ സത്യമിപ്പോൾ ഇവിടെ ഈ ജനക്കൂട്ടത്തിന് മുൻപിൽ വെച്ച് ഉദ്ഘോഷിക്കുവാൻ അങ്ങയുടെ ശത്രുക്കളെ നിർബന്ധിക്കണമേ എന്ന് ഞാൻ അങ്ങയോട് യാചിക്കുന്നു. ഉടനെ ഒരു കൂട്ടം മാലാഖമാരാൽ വലയം ചെയ്യപ്പെട്ട് പരിശുദ്ധ കന്യകാമറിയം അവിടെ എത്തി. കയ്യിൽ പിടിച്ചിരുന്ന സ്വർണ്ണദണ്ഡുകൊണ്ട് പൈശാചിക ആവേശനമുണ്ടായിരുന്ന ആ മനുഷ്യനെ പ്രഹരിച്ചിട്ട് മാതാവ് പറഞ്ഞു, എൻ്റെ ദാസനായ ഡൊമിനിക്കിന് ഉടൻ മറുപടി നൽകുക. അപ്പോൾ പിശാചുക്കൾ അല്ലറിക്കൊണ്ട് വിളിച്ചു പറഞ്ഞു, ഞങ്ങളുടെ ശത്രുവും അധപതനവും നാശവുമായ അങ്ങ് ഇത്രമാത്രം ദാരുണമായി ഞങ്ങളെ പീഡിപ്പിക്കുന്നതിനു വേണ്ടി മാത്രം സ്വർഗത്തിൽ നിന്ന് വന്നതെന്തിന്? നരകത്തിൻ്റെ വായിൽ നിന്ന് പാപികളെ പിടിച്ചു മാറ്റുന്ന പാപികളുടെ സങ്കേതമേ, സ്വർഗത്തിലേക്കുള്ള സുനിശ്ചിത പാതയെ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ലെങ്കിലും ആ പൂർണ്ണ സത്യം ഞങ്ങൾ പറയണമോ? ഞങ്ങളുടെ ലജ്ജയുടെയും നാശത്തിൻ്റെയും കാരണക്കാരൻ ആരെന്ന് സകലരുടെയും മുൻപിൽ ഞങ്ങൾ ഏറ്റുപറയണമോ? അന്ധകാരത്തിൻ്റെ രാജകുമാരന്മാരായ ഞങ്ങൾക്ക് ഓ ദുരിതം! എങ്കിൽ ക്രിസ്ത്യാനികളെ ശ്രദ്ധിച്ചു കേൾക്കുക. യേശുക്രിസ്തുവിൻ്റെ മാതാവ് സർവശക്തയാണ്. അവൾക്ക് തൻ്റെ ദാസരെ നരകത്തിൽ പതിക്കുന്നതിൽ നിന്നും രക്ഷിക്കാനാകും. ഞങ്ങളുടെ തന്ത്രങ്ങളുടെയും നിഗൂഢതകളുടെയും അന്ധകാരത്തെ നശിപ്പിക്കുന്ന സൂര്യനാണവൾ. പരിശുദ്ധ ത്രിത്വത്തിന് അവൾ സമർപ്പിക്കുന്ന ഒരേ ഒരു നെടുവീർപ്പ് ഈ ഭൂമിയിലെ എല്ലാ അമ്മമാരുടെയും സകല ജനപദങ്ങളുടെയും സ്വർഗത്തിലെ സകല വിശുദ്ധരുടെയും സകല മാലാഖമാരുടെയും പ്രാർത്ഥനകളെക്കാളും വലുതാണ്. സ്വർഗത്തിലെ സകല വിശുദ്ധരെക്കാൾ കൂടുതൽ ഞങ്ങൾ അവളെ ഭയപ്പെടുന്നു. ഓ, ആ മറിയമെങ്കിലും അവളുടെ ശക്തി ഞങ്ങളുടെ ശക്തിക്കെതിരായി നിർത്തിയില്ലായിരുന്നെങ്കിൽ ഞങ്ങൾ എത്രയോ നാൾ മുമ്പേ സഭയെ കീഴടക്കി അതിനെ നശിപ്പിക്കുമായിരുന്നു. തുടർന്ന് വിശുദ്ധ ഡൊമിനിക് ജനക്കൂട്ടത്തോട് ചേർന്ന് വളരെ സാവധാനത്തിലും വലിയ ഭക്തിയോടും കൂടി ജപമാല ചൊല്ലി. അപ്പോൾ അത്ഭുതകരമായൊരു കാര്യം സംഭവിച്ചു. ഓരോ നന്മ നിറഞ്ഞ മറിയമേ ചൊല്ലിയപ്പോഴും പിശാചിൻ്റെ ആവേശനമുണ്ടായിരുന്ന ആ മനുഷ്യൻ്റെ ശരീരത്തിൽ നിന്നും ചുട്ടുപഴുത്ത കൽക്കരിയുടെ രൂപത്തിൽ ഓരോ വലിയ കൂട്ടം പിശാചുക്കൾ പുറത്തു പോകാൻ തുടങ്ങി. ഇങ്ങനെ എല്ലാ പിശാചുക്കളും പുറത്താക്കപ്പെട്ട് ആ മനുഷ്യൻ പൂർണ്ണമായും വിമോചിതനായപ്പോൾ
പരിശുദ്ധ കന്യക അവിടെ കൂടിയിരുന്ന ജനങ്ങൾക്ക് ആശീർവാദം നൽകി. അവരെല്ലാവരും സന്തോഷത്താൽ നിറഞ്ഞ് അവർ ഏറ്റുപാടി, ആവേ 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 മരിയ. ഈ അത്ഭുത സംഭവ നിമിത്തം അനേകം പാഷണ്ഡികൾ മാനസാന്തരപ്പെട്ട് പരിശുദ്ധ ജപമാല സഹോദര സംഘത്തിൽ അംഗങ്ങളായി ചേർന്നു. ആവേ 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 മരിയ. ഈ ഒരു കൊച്ചു സംഭവം ഇന്ന് ലോകത്തോട് വിളിച്ചു പറയുന്നത് എന്താണ്? ഏതൊരു പ്രതിസന്ധിയിലും ജപമാല കരങ്ങളിലെടുത്ത് പരിശുദ്ധ അമ്മയെ കൂട്ടുപിടിച്ച് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കൂ. സാത്താൻ്റെ സകല തന്ത്രങ്ങളെയും തകർക്കാനുള്ള ഏക വഴി ഈ ജപമാല പ്രാർത്ഥന മാത്രമാണെന്ന് നമുക്ക് മറക്കാതിരിക്കാം. പിശാചുബാധിതനായ ആ മനുഷ്യനിലൂടെ പിശാചുക്കൾ വിളിച്ചു പറഞ്ഞൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോ? മറിയമില്ലെങ്കിൽ, അവളുടെ ശക്തി ഞങ്ങളുടെ ശക്തിക്കെതിരായി നിർത്തിയില്ലായിരുന്നെങ്കിൽ ഞങ്ങൾ എത്രയോ നാൾ മുമ്പേ സഭയെ കീഴടക്കി അതിനെ നശിപ്പിക്കുമായിരുന്നുവെന്ന്. തിരുസഭയെ ഇന്ന് താങ്ങി നിർത്തുന്നത് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ്യവും ഈ ജപമാല പ്രാർത്ഥനയുമാണ്. ലോകത്തിലെ സകല വിശുദ്ധരെക്കാൾ കൂടുതൽ ഇന്ന് സാത്താൻ ഭയപ്പെടുന്നത് പരിശുദ്ധ അമ്മയാണ്. യേശുക്രിസ്തുവിൻ്റെ മാതാവ് സർവശക്തിയാണ്. അവൾക്ക് തൻ്റെ ദാസരെ നരകത്തിൽ പതിക്കുന്നതിൽ നിന്ന് രക്ഷിക്കാനാകും. എന്നിട്ട് ഈ പിശാചുകൾ പറയുകയാ, അവരുടെ തന്ത്രങ്ങളുടെയും നിഗൂഢതകളുടെയും അന്ധകാരത്തെ നശിപ്പിക്കുന്ന സൂര്യനാണ് അവളെന്ന്. പ്രിയമുള്ളവരെ, നമ്മുടെ അധരത്തിൽ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥന.